ഹലോ മൈ ഫ്രണ്ട്സ്, ലിറ്റ്സ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ കൊച്ചുമോനാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്ത് മോൻ ഇവിടെ ഉണ്ട്, വെക്കേഷനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം, അമ്മയുടെ വീഡിയോയിൽ എനിക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമാണ്. എന്നാൽ പിന്നെ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ എന്നോർത്ത് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതെൻ്റെ മൂത്ത പേരക്കിടാവാണ്. അവൻ്റെ പേര് എഫ്രേം പ്രോമിസ് വൈദ്യൻ എന്നാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനി മോന് പറയാനുള്ളത് ഉറക്കെ പറഞ്ഞ് കേൾക്കട്ടെ എല്ലാവരും. എൻ്റെ അമ്മയ്ക്ക് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ എഴുന്നേറ്റ് പോയട്ടോ, കളിക്കാൻ പോയി. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ പോസ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ ഈ അതികഠിനമായ ചൂട്, ഞാൻ ഓൾറെഡി ഇതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരെടുത്ത് കാണണേ. അപ്പം ഇന്ന് നമ്മുടെ ഈ ചൂട് മാസത്തിൽ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്നതിനും അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പല വ്യതിയാനങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കുന്നതിനും എല്ലാം ഉതങ്ങുന്ന ഒരു അടിപൊളി ഐറ്റം കൊണ്ടുവന്നാണ്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കുക്കുംബർ. ഈ കുക്കുംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമയത്ത്, ഈ തണുപ്പ് സമയത്ത് ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരം തണുക്കുന്നതിന്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും, അതാണ് അതിൻ്റെ ഒരു ചുരുക്കം. അപ്പം നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഈ ചൂട് മാസത്തിൽ ഏറ്റവും നല്ലതാണ് കുക്കുംബർ. അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നല്ലത് എന്ന് പറയാൻ കാരണം എന്താണെന്നോ, ഇതിൽ 95% വെള്ളമാണ്, ജലാംശമാണ്. അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിന്നെ മാത്രമല്ല കേട്ടോ, ഒത്തിരി ഇതിൽ വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയും നിർജ്ജലീകരണത്തെ തടയുകയും ചെയ്യും കേട്ടോ. അതാണ് കുക്കുംബർ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇത് പിന്നെ വേറെ ഒരു ഗുണമുണ്ട് കേട്ടോ. അത് BP ഉള്ളവർക്കൊക്കെ ഇത് നമുക്കിത് BP ഒന്ന് മിനിമൈസ് ചെയ്യുന്നതിനും, പിന്നെ ഈ ചൂടുകാലത്ത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലേ കോൺസ്റ്റിപ്പേഷനും അതുപോലെ ദഹന സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് പലരും നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുക്കുംബർ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാം. പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ചൂട് കൂടുമ്പോൾ നമുക്ക് രാത്രി ഉറക്കമില്ലല്ലോ. അപ്പോൾ രാത്രി ഉറങ്ങാതെ ഈ ചൂട് മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലതാണ് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ 2 കുക്കുംബർ കഴിച്ചു കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജ്യൂസായിട്ട് കുടിക്കാം, സാലഡായിട്ട് കഴിക്കാം, അങ്ങനെ നമുക്ക് പല രീതിയിലും നമുക്കിത് കഴിക്കാം കേട്ടോ. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, നമ്മുടെ സൂര്യരശ്മിയിൽ നിന്ന്, അൾട്രാരശ്മി മൂലം മുഖത്തും ദേഹത്തും ഒക്കെ ഏൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, കരിവാളിപ്പ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ചൂട് സമയത്ത് നമുക്ക് പ്രതിരോധിക്കുന്നതിന് കുക്കുംബറിന് കഴിയും. അപ്പോൾ കുക്കുംബർ സാലഡായിട്ടും ജ്യൂസായിട്ടും ഒക്കെ കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഗുണം നമ്മുടെ ഉറക്കം ശരിയാകും. പിന്നെ അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. പിന്നെ നിർജ്ജലീകരണം തടയും. അതുകൂടാതെ BP ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്കത് BP കൂടാതിരിക്കുന്നതിനുമൊക്കെ, അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, കിഡ്നിയുടെ ആരോഗ്യം, ലിവറിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ടോക്സിൻസിനൊക്കെ പുറന്തള്ളുന്നു. നിറയെ വെള്ളമാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ 95% വെള്ളമാണല്ലോ. അതുകൊണ്ട് ഈ ടോക്സിൻസിനൊക്കെ പുറന്തള്ളുന്നതിനും എല്ലാത്തിനും കുക്കുംബർ നമ്മൾ കഴിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ സൂര്യതാപം ഏറ്റുണ്ടാവുന്ന കരിവാളിപ്പ് മാറുന്നു. പിന്നെ നല്ല ഒന്നാന്തരം ക്ലെൻസറാണ്. ഇപ്പം ഞങ്ങൾ ബ്യൂട്ടി പാർലറൊക്കെ കുക്കുംബർ ക്രീം വാങ്ങാൻ കിട്ടും. ഫേഷ്യൽ മസാജിനൊക്കെ കുക്കുംബർ ക്രീം കുറേ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലെൻസ് ചെയ്യും, നമ്മുടെ പോഴ്സിനെല്ലാം, സുഷിരങ്ങളെല്ലാം ക്ലീൻ ആവുന്നതിന് ഏറ്റവും നല്ലതാണ് കുക്കുംബർ ജ്യൂസ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കൂടാതെ പിന്നെ നമ്മുടെ എന്താ പറയുക, ഇതിലടങ്ങിയിരിക്കുന്ന സിലിക്ക എന്ന് പറഞ്ഞ സിലിക്ക
ടിഷ്യൂസിൻ്റെ ഒക്കെ എലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിന്, എലാസ്റ്റിസിറ്റി കൂട്ടുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന സിലിക്ക ഉപകരിക്കുന്നുണ്ട്. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും എല്ലാവർക്കും അറിയാമല്ലോ, ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അതിൻ്റെ ഗുണം എന്താ. സ്കിൻ ബ്രൈറ്റ് ആവും, അതുപോലെ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ, ഫൈൻ ലൈൻസിനൊക്കെ നമുക്കൊരു പരിധി വരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ അതെല്ലാ വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഊർജം നിലനിർത്തുന്നത്, നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മുടെ എല്ലാം ഊർജം നിലനിർത്തുന്നതിന്, എപ്പോഴും എന്താ പറയുക, ബ്രൈറ്റായിട്ടിരിക്കുന്നതിനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് കുക്കുംബർ ജ്യൂസ് മുഖത്തും അപ്ലൈ ചെയ്യുന്ന കേട്ടോ. പിന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുഖക്കുരു ഉള്ളവർക്കും ഇത്, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിത് വെറുതെ പിന്നെ കോട്ടണിൽ മുക്കി ജ്യൂസ് എടുത്തിട്ടേ. അപ്പോൾ ജ്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമ്മൾ സാധാരണ ഇത് പീല് ചെയ്തൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീല് ചെയ്യാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കണത് നല്ലത്. അതിൻ്റെ കംപ്ലീറ്റ് വൈറ്റമിൻസൊക്കെ കിട്ടുന്നതിന് നമ്മൾ പീല് ചെയ്യണ്ട. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതൊരെണ്ണം മിക്സിയിൽ അടിച്ച് നമുക്കത് അരിച്ച് എടുത്ത് ഒരു ജ്യൂസാക്കി അവിടെ വെച്ചിരിക്കുക, മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്ന എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഈ സമയത്ത് കുറച്ചൊരു കോട്ടൺ കുറച്ച് എടുത്തിട്ട് കോട്ടൺ മുക്കി മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. ഓക്കെ. ഇനി അതല്ല നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, നിങ്ങൾ ഏത് പാക്ക് ഇടുന്നെങ്കിലും അതിലെല്ലാം നമുക്ക് കുക്കുംബർ ജ്യൂസ് ചേർക്കാം കേട്ടോ. ഏറ്റവും നല്ലത് തേൻ മിക്സ് ചെയ്ത് ഇടുന്നതാണ്. അതുപോലെ തക്കാളി ജ്യൂസ് മിക്സ് ചെയ്ത് ഇടാം. ഇതൊക്കെ ഇടുമ്പോൾ ഈ സണ്ണിൽ നിന്ന് ഏൽക്കുന്നുള്ള ആ ഡാമേജ് മാറുന്നതിനും ടിഷ്യൂസിനൊക്കെ ബലം കിട്ടുന്നതിനും സെൽസൊക്കെ പുതിയ സെൽസ് വരുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഒരു പാക്ക് ഞാൻ എടുത്തു പറയണത് ഓട്സാണ് കേട്ടോ. ഓട്സ് നമുക്ക് പൊടിച്ചിട്ട് ഈ കുക്കുംബർ ജ്യൂസും അതുപോലെ തന്നെ തേനും ഓട്സും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം ക്ലെൻസ് ചെയ്യണേ. നമ്മൾ ഏത് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്താലും തീർച്ചയായിട്ടും ക്ലെൻസിങ് മസ്റ്റാണ്. ക്ലെൻസ് ചെയ്തിരിക്കണം. എന്നിട്ടാണ് നമ്മൾ പാക്ക് ഇടുന്നത്. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് വാഷ് ചെയ്ത് കളയുക. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. പലരും ഞാനിങ്ങനെ പാക്ക് പറയുമ്പോൾ എല്ലാ ദിവസവും ഇടാവോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും പാക്കുകൾ നമ്മൾ എല്ലാ ദിവസവും ഇടേണ്ട ആവശ്യമില്ല. 2ഓ 3ഓ ഒരു വീക്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. എല്ലാ ദിവസവും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്നതിനും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പം എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇനി എനിക്ക് ഒത്തിരി പേരുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.